ഹായ് ഓൾ. ഇപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നോക്കിയാൽ കാണാൻ കഴിയും പൊസിഷൻസിൽ 0 ആണ്. ഇന്ന് ഓർഡർ ഒന്നും എടുത്തിട്ടില്ല, ഒരു ഒറ്റ എൻട്രി ഇല്ലേനും. ചാർട്ടിൽ പോയി നോക്കുകയാണ്. പക്ഷേ ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവില്ല എന്നറിയാം. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇന്ന് രാവിലെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആയത്. 9:15 ഇവിടെ ഓപ്പണായി. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതായിരുന്നു. ഇവിടെ എത്തിയ സമയത്ത് അപ്സൈഡ് എൻട്രി എടുക്കാനുള്ള പ്ലാനിങ്ങിൽ അവിടെ മാർക്കറ്റ് എത്തുകയും ചെയ്തു. എൻ്റെ ലോ ടൈം ഫ്രെയിം പ്രകാരം എൻ്റെ പ്രോപ്പർ എൻട്രി കിട്ടുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് കറണ്ട് പോയിട്ട് എനിക്ക് എൻട്രി എടുക്കാൻ കഴിഞ്ഞില്ല. അതായത് എൻ്റെ ലാപ്പിൻ്റെ ബാറ്ററിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ കറണ്ട് പോയാൽ ലാപ്പ് അപ്പോൾ ഓഫായി പോകും. പിന്നെ കറണ്ട് വന്ന് ഇതാക്കുമ്പോൾ ഈ എൻട്രി ടാർഗറ്റ് അടിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ അതായത് എന്ത് കാരണം കൊണ്ടായാലും എൻട്രി മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ട്രിഗറാവും. പല രീതിയിൽ ഇമോഷൻസ് വരുമ്പോൾ ഓവർ ട്രേഡ് ചെയ്യാൻ ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കിട്ടാത്ത എൻട്രി, നമ്മൾ എടുക്കാത്ത എൻട്രി ടാർഗറ്റ് അടിച്ച് അങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ചൊന്നും പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാർക്കറ്റിൽ നമുക്ക് പല സമയത്തും ഉണ്ടായിന്ന് വരാം. അതായത് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്ത് അത് കിട്ടാണ്ട് ടാർഗറ്റ് അടിച്ചു പോയി. അതേപോലെ നമ്മളിപ്പോൾ എസ് എൽ ടിപ്പിലടിച്ച് ടാർഗറ്റിലേക്ക് പോയി. അതുപോലെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ പോയി തിരിഞ്ഞ് വന്ന് SL അടിച്ച്. അപ്പം ഇങ്ങനെയുള്ള ഏത് സന്ദർഭം മാർക്കറ്റിൽ വരികയാണെങ്കിലും എല്ലാ സന്ദർഭത്തിലും നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ആക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. അതായത് ടാർഗറ്റ് നമ്മളൊരു ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയാലേ നമ്മൾ എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അത് എത്താണ്ട് തിരിഞ്ഞു പോകുന്ന ലോസ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? പ്ലാന് നമ്മളൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ടാർഗറ്റ്. ആ ടാർഗറ്റ് എത്തി ഇറങ്ങണമെന്ന് മാത്രമാണ് നമ്മുടെ പ്ലാന്. അവിടെ എത്താതെ മാർക്കറ്റ് തിരിച്ചു വന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതിലൊന്നും ചെയ്യാനില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എൻട്രി എടുക്കണം പ്ലാൻ ചെയ്ത് രാവിലെ, പക്ഷേ ആ എൻട്രി എനിക്ക് മിസ്സായിപ്പോയി. അത് ടാർഗറ്റ് അടിച്ച് മേലോട്ടേക്ക് പോയി. അത് എടുക്കാൻ കഴിയാത്തതിന് സങ്കടപ്പെട്ടിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചാടി കയറി എടുക്കാൻ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിപ്പോകും. പണ്ടൊക്കെ കുറേ അങ്ങനെ ചെയ്തിട്ട് കട്ടമാന ലോസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഞാൻ. പക്ഷേ അങ്ങനെയൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനോണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഇനിയിപ്പോൾ പ്രോഫിറ്റ് കിട്ടിപ്പോയാലും ആ പ്രോഫിറ്റ് കൊണ്ട് ലോങ് റണ്ണിൽ നമുക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കാം. പിന്നെ ഈ ട്രേഡിങ്ങിൻ്റെ ഈ 100 ഡേയ്സ് ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ച, അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ച വേറൊരു റൂളാണ് ഇനി. അതായത് ട്രേഡിങ്ങിൽ ഇപ്പോൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ എന്തായാലും പ്രോപ്പറായിട്ട് ചെയ്യണം. അതായത് നമ്മളെ സ്ട്രാറ്റജി പ്രകാരമുള്ള എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ കണ്ണ് കൂട്ടി എടുക്കാൻ കഴിയണം. ആ സമയത്ത് നമ്മളൊന്നും ചിന്തിച്ചിരിക്കരുത്. മുന്നേ ലോസാണ് ഇനി അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് എടുക്കാൻ പേടി, അങ്ങനെയൊന്നും ചിന്തിച്ച് ഇരിക്കരുത്. കണ്ണും കൂടി എടുക്കണം നമ്മൾ സ്ട്രാറ്റജി പ്രകാരമുള്ള പ്രോപ്പർ എൻട്രി വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ സ്ട്രാറ്റജി പ്രകാരം എൻട്രി കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാതിരിക്കാൻ വേണം. അപ്പോൾ ഏതെങ്കിലും എൻട്രി ചാടി കയറി എടുക്കാതെ അടങ്ങിയിരിക്കുക വേണം. ഈ 2 ക്വാളിറ്റി നമുക്ക് അത്രയും അടിപൊളിയായിട്ട് വേണം. അങ്ങനെയാണെങ്കിലേ ട്രേഡിങ്ങിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയ സമയത്ത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചൊരു സംഭവമാണ്, നോട്ട് ചെയ്തൊരു സംഭവമാണ്. ഇനിയിപ്പോൾ സ്ട്രാറ്റജി പ്രകാരം എൻട്രി കിട്ടിയിട്ട് അത് എന്തെങ്കിലും കാരണവശാലും മിസ്സായി പോയെന്ന് വിചാരിക്കാം. അങ്ങനെ ആയാലും വലിയ പ്രശ്നമില്ല. കാരണം ഒരു എൻട്രി അങ്ങോട്ട് പോയി, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ ടാർഗറ്റ് ആയാലും ശരി, SL ആയാലും ശരി, ഒരു എൻട്രി അങ്ങോട്ട് പോയി, അത്രയല്ലേ ഉള്ളൂ. അത് വലിയ കുഴപ്പമില്ല. മാക്സിമം എടുക്കാൻ ശ്രമിക്കും. എന്നിട്ടും മിസ്സാവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ നോക്കും, അത് കുഴപ്പമില്ല നോക്കും. പക്ഷേ മറ്റേ സംഭവം സ്ട്രാറ്റജി പ്രകാരം എൻട്രി കിട്ടാത്ത സമയത്ത് അത് നമുക്ക് 100% കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. സ്ട്രാറ്റജി പ്രകാരം എൻട്രി കിട്ടാത്ത സമയത്ത് അടങ്ങിയിരിക്കാനുള്ളത് അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റേത് നമ്മളെ കയ്യിലല്ല. ചിലപ്പം ആരെങ്കിലും വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ ടെക്നിക്കൽ ഇഷ്യൂസോ എന്ത് കാരണം കൊണ്ടായാലും ശരി എൻട്രി ചിലപ്പോൾ നമുക്ക് മിസ്സായി പോയെന്ന് വരും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ മറ്റേ സംഭവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുക. അത് പക്ക പെർഫെക്റ്റായി ഫോളോ ചെയ്യുക. ബാക്കിയുള്ളതിനെ പറ്റി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് പണ്ടവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ടെൻഷൻ അടിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ഉണ്ടാവുക നമ്മൾ ടെൻഷൻ അടിക്കുക. ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും, മറ്റേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അതങ്ങോട്ട് കൺട്രോൾ ചെയ്താൽ മതിയല്ലോ. അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്താൽ സംഭവം സോൾവ് ആയി. അതേപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം അത് നമ്മളെ കയ്യിലല്ല. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് മുമ്പ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഏത് രീതിയിലാണെങ്കിലും വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ട്രേഡിങ്ങിൽ അങ്ങനെ തന്നെയാണ്. ട്രേഡിങ്ങിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും നമ്മളെ കയ്യിൽ നിൽക്കുന്നതും കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്കാണ്ട് വിട്ടേക്കുക, അതങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതുവരെയുള്ള ജേണലും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തരാം. ഇതാണ് ഇതുവരെയുള്ള ജേണൽ.
ടോട്ടൽ 4600 പ്രോഫിറ്റ്. അപ്പോൾ ബാക്കി ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.